ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് 2026 എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. ഇപ്പോൾ 2026 എന്ന് പറയുന്നത് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും തൊഴിൽ, ബിസിനസ്, സേവനം ഈ മേഖലകളിൽ മുന്നേറ്റം ഉണ്ടാകും. കോമ്പറ്റീഷൻ തലത്തിലും അതുപോലെ നിയമ പോരാട്ടങ്ങളിലുമൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും. ഈശ്വര കടാക്ഷവും ഭാഗ്യ അനുഭവങ്ങളും പൊതുജനപ്രീതിയും ഈ വർഷം ഈ കൂറുകാർക്ക് ലഭിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ 2026 വിശദമായിട്ടുള്ള ഫലം പറയുന്നതിന് മുമ്പ് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 2026 ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അതിൽ സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുണ്ട്. അതായത് ശനി, രാഹു, കേതു, ഗുരു. ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി ആദ്യം നോക്കാം. ശനി ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6ലാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 ശനിക്ക് മാറ്റമില്ല. അതുപോലെ ഈ 6 നിൽക്കുന്ന ശനി ജൂലൈ 27 ആവുമ്പോൾ ഡിസംബർ വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഇനി രാഹുവിനെ പറ്റി നോക്കുമ്പോൾ രാഹു ഇപ്പോൾ 5 സ്ഥിതി തുടരുകയാണ്. ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ ആ 5 നിൽക്കുന്ന രാഹു 4ലേക്ക് രാശി മാറുന്നു. അതുപോലെ കേതു ഇപ്പോൾ 11 നിൽക്കുകയാണ്. ആ 11 നിൽക്കുന്ന കേതു വർഷാവസാനം 10ലേക്ക് രാശി മാറുന്നു. ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരു ജൂൺ 1 വരെ 9-ലുണ്ടാകും, ഭാഗ്യസ്ഥാനത്തുണ്ടാകും. അതിനുശേഷം ഒക്ടോബർ അവസാനം വരെ ആ ഗുരു കർമ്മസ്ഥാനത്തേക്ക് വരുന്നു, ഉച്ചരാശിയിലേക്ക് വരുന്നു. അതിനുശേഷം ആ ഗുരു 11ലേക്ക് രാശി മാറും. പക്ഷേ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ, അതായത് മാർച്ച് 10 വരെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു വക്രസ്ഥിതിയിലായിരിക്കും. ഇനി വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ വർഷ ആരംഭം 3-ലും അതുപോലെ 4-ലും ക്രമേണ 5, 6 രാശികളിലൂടെ സഞ്ചരിക്കുകയാണ്. അതുപോലെ സൂര്യനും വർഷാരംഭം 3-ലും ക്രമേണ 4, 5 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. ചൊവ്വ വർഷാരംഭം ഇതേ അവസ്ഥ തന്നെയാണ്, 3, 4, 5, 6 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. ബുധനും വർഷാരംഭം 3-ലും 4-ലും 5-ലും 6-ലും അങ്ങനെ ക്രമേണ രാശികൾ മാറുന്നു. ഇപ്പോൾ 2026 ഈ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്, ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ. കാരണം ഈ കുറുവരെ സംബന്ധിച്ചിടത്തോളം 2026 അവർക്ക് നടക്കുന്ന ദശ എന്താണ്, അവർക്ക് നടക്കുന്ന അപകാരം, ഛിദ്രം എന്തൊക്കെയാണ്, ഏത് ഗ്രഹങ്ങളുടേതാണ്, ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ എവിടെ നിൽക്കുന്നു, ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ. അപ്പോൾ ഈ ജാതകത്തിൽ ദശാപകാരം, ഛിദ്രം ഈ ഗ്രഹങ്ങൾ ഇഷ്ട അനിഷ്ട സ്ഥാനങ്ങളിൽ ആകുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. മാത്രവുമല്ല ഈ കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക്, ഇപ്പോൾ ഞാൻ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കുമാണ് പറയുന്നത്. ഇപ്പോൾ തുലാക്കൂറിൽ ചിലർക്ക് മാത്രമേ തുലാ ലഗ്നം വരികയുള്ളൂ. അപ്പോൾ ഈ തുലാക്കൂറിൽ പെടുന്ന തുലാ ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നും കൂടെ നോക്കണം. അതും ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ പൊതുവേ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം, ഓരോ വ്യക്തിയുടെയും ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ അവരുടെ ലഗ്നം എവിടെയാണ്, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്, അവർക്കിപ്പോൾ ഏത് ദേശം നടക്കുന്നു, അപകാരം നടക്കുന്നു, ഛിദ്രം നടക്കുന്നു, ഇതിനനുസരിച്ച് നമുക്ക്
ജാതക നിരീക്ഷണത്തിലൂടെ വിശദമായിട്ടുള്ള ഫലം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പൊതുഫലമായിട്ട് കാണുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് എന്തായിരിക്കും ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ശാരീരികവും മാനസികവുമായിട്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന വർഷമായിരിക്കും 2026. പ്രത്യേകിച്ച് മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി അല്ലെങ്കിൽ അതിൽ നിന്ന് ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും. ഇപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതി, അതായത് ഇപ്പോൾ ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം എടുക്കുമ്പോൾ ആദ്യ ക്വാർട്ടറിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ 6ൽ ശനിയുണ്ട്. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മാർച്ച് 10 വരെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 2 അത് 6ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. വിപരീത രാജയോഗമാണ്. അതും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ്. അതുപോലെ ഏപ്രില് ചൊവ്വ, സൂര്യൻ, അതുപോലെ ബുധൻ 12ാം ഭാവാധിപനാണ്, 6ൽ വരികയാണ്. അപ്പോൾ പൊതുവെ ജൂൺ 2 ആവുമ്പോൾ ഗുരുവും 9ൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ ജന്മരാശിയിലൊക്കെ ഗുരുദൃഷ്ടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് റിലീഫ് നൽകുന്ന ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള തേർഡ് ക്വാർട്ടർ എടുക്കുമ്പോൾ ഗുരു 10ലേക്ക് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഗുരു ഉച്ചസ്ഥിതിയിൽ വരുന്നത്, അതുപോലെ തന്നെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് യോഗം വരുന്നത്, ഇവയൊക്കെ പ്രത്യേകിച്ച് ശുക്രനൊക്കെ 10ൽ വരുന്നു, ഗുരു 10ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. ഒരു ഹംസയോഗ അവസ്ഥയാണ്. തേർഡ് ക്വാർട്ടറിൽ ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയമൊക്കെ എടുക്കുമ്പോൾ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു, ഹംസയോഗ അവസ്ഥയിൽ വരുന്നു. അവിടെ നിന്നിട്ട് 6ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അതൊക്കെ ഗുണകരമാണ്. എങ്കിലും 6 നിൽക്കുന്ന ആ ശനിയൊക്കെ ജൂലൈ 27 മുതൽ വക്രത്തിലാകുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവർക്കുണ്ടാകാം. അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്പം ഊർജ്ജസ്വലതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് വ്യായാമം, യോഗ ഇവയൊക്കെ ശീലിച്ചു പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ അവസാനം നമ്മൾ ഈ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം, ലാസ്റ്റ് ക്വാർട്ടറൊക്കെ എടുക്കുമ്പോൾ, അപ്പോൾ ആ സമയത്ത് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ആ സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ, കാരണം ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ ഈ ജെനിറ്റൽ ഓർഗൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതൊക്കെ വരാൻ അതിനൊക്കെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനത്തെ മാസമൊക്കെ ആവുമ്പോൾ ശനിയൊക്കെ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. 6 നിൽക്കുന്ന ശനി വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശുക്രനും നേർസഞ്ചാരത്തിൽ വരുന്നു. അത് ഇപ്പോൾ അവസാനം ഡിസംബറൊക്കെ ആവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. അതുപോലെ രാഹു 4ലേക്ക് മാറുന്നത് ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ രാഹു 4ലേക്കൊക്കെ മാറുന്നുണ്ട്. അത് മാനസികമായിട്ടൊരു ടെൻഷൻ, മെൻ്റൽ പീസ് കുറയുന്നതിനൊക്കെ അത് വഴിതെളിച്ചു എന്ന് വരാം. ഇതാണ് പൊതുവായിട്ട് ഈ ഗ്രഹസ്ഥിതി വെച്ചിട്ടുള്ള ആരോഗ്യസ്ഥിതി. ഇനി നമുക്ക് ഈ തുലാക്കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 6ലെ ശനി, അത് പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ സ്ഥിതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ്റെയൊക്കെ സ്ഥിതി, ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 2026 തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുടെ വർഷമായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മാർച്ച് വരെയുള്ളൊരു സമയം എടുക്കുമ്പോൾ, 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ ഭാഗ്യസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് ഈ തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ, അതിനുള്ള പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ അതിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ 6-ലെ ശനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് വർക്കിലൊക്കെ ഫോക്കസ് കൂടും. തൊഴിലിടത്ത് നമുക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും അത് ഓവർകം ചെയ്യുന്നതിനും ഈ 6-ലെ ശനിക്ക് കഴിവുണ്ടാകും. മാത്രമല്ല ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ 6-ലെ ഉച്ചരാശിയിലൊക്കെ വരുന്നുണ്ട്, മാർച്ച് മാസമൊക്കെ ആവും. അതും നമുക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ചയ്ക്കും തൊഴിൽ സുഖത്തിനുമൊക്കെ അത് വഴിതെളിക്കും എന്ന് പറയാം. അതുപോലെ 6-ലെ ശനിയുടെ ദൃഷ്ടി അഷ്ടമത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ 8-ാം ഭാവാധിപനായ ശുക്രൻ 6-ൽ സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോപ്പറേറ്റീവ് സംരംഭങ്ങളിലൊക്കെ, ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് തൊഴിൽപരമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ നമ്മൾ ഈ 2ാമത്തെ ക്വാർട്ടറൊക്കെ എടുക്കുമ്പോൾ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ ഗുരുവിൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അത് 6-ാം ഭാവാധിപൻ്റെ വക്രസ്ഥിതി മാറുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. അതൊക്കെ വർക്കിലൊക്കെ ഫോക്കസ് കൂടാൻ സഹായകമാകും. മാത്രമല്ല തൊഴിലിൽ വലിയ നേട്ടങ്ങളും അതുണ്ടാകും. തൊഴിലിടത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ ഗുരു 6-ല് നേർസഞ്ചാരത്തിൽ വരുന്നത് വഴിതെളിക്കും. മാത്രമല്ല സൂര്യനൊക്കെ 7-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാകുന്നുണ്ട്. ക്രമേണ 8, 9 രാശികളിലേക്കൊക്കെ ആ സൂര്യൻ രാശി മാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ സോഷ്യൽ റിലേഷൻ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, അവർ വഴിയൊക്കെ നമുക്ക് ഭാഗ്യനേട്ടങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കും. അതേസമയം ചൊവ്വയും സൂര്യനും ഒക്കെ 6-ൽ നിൽക്കുന്ന ശനിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നത് കൊണ്ട് നമുക്ക് പൊതുവെ അത് ഏപ്രിൽ തൊഴിലിടത്തൊക്കെ ചെറിയ തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. അതേസമയം തൊഴിലിടത്തൊക്കെ നമുക്ക് എന്ത് വർക്ക് ചലഞ്ചസ് ഉണ്ടായാലും ആ ചലഞ്ചസൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിലൊക്കെ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂവിലോ ഒക്കെ പങ്കെടുക്കുന്ന ഇപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ 6 നിൽക്കുന്ന ശനിയൊക്കെ വളരെ ഗുണം ചെയ്യും, വളരെ നേട്ടമുണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ ജൂൺ 2 ആകുമ്പോൾ ഈ ഗുരു ഒക്കെ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ആ ഗുരു 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വർക്കിൽ ആക്റ്റീവ് ആകും. തൊഴിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ചില പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യും, ഇപ്പോൾ ലീഗൽ പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, ജുഡീഷ്യറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അവർക്ക് സ്ഥാനക്കയറ്റം, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 3-ാമത്തെ ക്വാർട്ടറിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു മാസം നമ്മൾ എടുക്കുമ്പോൾ, ഗുരുവിൻ്റെ സ്ഥിതി കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ തുടരുകയാണ്. അപ്പോൾ കരിയർ തലത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും, സന്തോഷ അനുഭവങ്ങളുണ്ടാകും. അതുപോലെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പോൾ ജൂലൈ 27 മുതൽ 6 നിൽക്കുന്ന ശനിക്ക് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കണം. അവിടെ അല്പം ആലസ്യം വരാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് കെയർ കൊടുക്കുക. അതുപോലെ തൊഴിലിടത്ത് ചിലപ്പോൾ നമ്മളറിയാതെ ശത്രുക്കൾ ചിലപ്പോൾ തൊഴിലിടത്ത് തലപൊക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് 6 നിൽക്കുന്ന ശനിക്ക് ബലം ആ വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത്തരത്തിലെ തൊഴിൽ വ്യവഹാരങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ തൊഴിൽ വ്യവഹാരത്തിൽ നിന്ന് നമുക്കൊരു വിജയമൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുപോലെ കോവർക്കേഴ്സുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് 6-ലൊക്കെ ശനി വക്രത്തിലാകുമ്പോൾ. എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥാനത്ത് നിന്നുകൊണ്ട് 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ഈ തൊഴിലിടത്ത് എന്ത് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ വന്നാലും അത് നമുക്ക് അനുകൂലമായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ അവസാനത്തെ ക്വാർട്ടറിലൊക്കെ വരുമ്പോൾ ഈ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11-ലേക്കാണ് രാശി മാറുന്നത്. അത് നമുക്ക് തൊഴിൽ വഴിയുള്ള നേട്ടങ്ങൾ, വർക്ക് വഴിയുള്ള നേട്ടത്തിന് ആ 11-ലെ ഗുരു സഹായകമാണ്. മാത്രമല്ല നമ്മുടെ മത്സരങ്ങളിലൊക്കെ നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമായിരിക്കും.
തൊഴിൽപരമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. പൊതുവെ നമുക്ക് തൊഴിലിടത്ത് ഒരു ആദരവ് അംഗീകാരമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും 11-ലൊക്കെ ഗുരു വരുന്ന സമയം. എന്തു വെല്ലുവിളികളും നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ, നമ്മുടെ വർക്കിലൂടെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഡെയിലി റൂട്ടീനിലൊക്കെ ശ്രദ്ധ കൂടും. അപ്പം ധനസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ 11-ൽ വരുന്ന ഗുരു വഴിതെളിക്കും. ഇപ്പം ഡിസംബറിൽ രാഹു അതുപോലെ കേതു ഒക്കെ രാശി മാറുന്നുണ്ട്. അത് അല്പം മാനസികമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാക്കാം. നമുക്ക് എന്ത് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഒരു മാനസിക സംഘർഷത്തിനൊക്കെ ആ 4-ൽ വരുന്ന രാഹുവും ഒക്കെ, അതുപോലെ 10-ൽ വരുന്ന കേതുവും വഴിതെളിക്കും എന്ന് പറയാം. അത് അവസാനം ഡിസംബർ മാസത്തിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് 2026 എങ്ങനെയെന്ന് നോക്കാം. 2026-ന്റെ വർഷാരംഭം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിൻ്റെയൊക്കെ സമയമായിരിക്കും. ഇപ്പോൾ കുജൻ, 7-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ പ്രത്യേകിച്ച് 4-ല് ഉച്ചരാശിയിൽ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രനും ഒക്കെ തന്നെ ഇഷ്ടസ്ഥാനങ്ങളിലാണ് വർഷാരംഭത്തിൽ നിൽക്കുന്നത്. അത് ഫെബ്രുവരി അവസാനം വരെ. അതേസമയം ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് ലാസ്റ്റ് വരെയുള്ള സമയത്ത് ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുമ്പോൾ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒരു സമയമൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാവത്തിൻ്റെ 12-ലാണ് വരുന്നത്. അപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ നീചസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ബിസിനസ്സിൽ അല്പം കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് അതേസമയം വിദേശ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോൾ ഈ സ്ഥിതിയിലൊക്കെ ഒരു മാറ്റം വരും. കാരണം 11-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7-ല് ഉച്ചസ്ഥിതനായിട്ട് വരുന്നത് ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ വളരെ ശക്തമാക്കും. ബിസിനസ് വഴിയൊക്കെ വരുമാനം അല്ലെങ്കിൽ ലാഭം വർധനവിനൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട്. ശുക്രനും 7, 8, 9 രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. ഗുരുവൊക്കെ 10-ല് ഉച്ചസ്ഥിതിയിലോട്ടൊക്കെ വരുന്നുണ്ട് ജൂൺ 2-ല്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വഴി നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ക്വാർട്ടർ നമ്മൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ ഗുരു കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് വരുന്നു. ലഗ്നാധിപൻ ശുക്രനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും നേട്ടങ്ങളുടെ സ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അത് ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതേസമയം ഈ ജൂലൈ മാസം 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ബുധൻ ബിസിനസ് കാരകനും കൂടെയാണ്. ആ ബുധൻ 9-ല് വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാകുമ്പോൾ സഞ്ചരിക്കുന്നു. അതുപോലെ ജൂലൈ 27 മുതൽ ശനിയും വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അത് ആ മാസം നമ്മൾ ബിസിനസ് ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. സഡനായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കുക, കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ അവസാനത്തെ ക്വാർട്ടർ ഗുരു 11-ൽ വരികയാണ്. അത് കുജനും 11-ൽ വരുന്നു. ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 7-ൽ വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ അവസാനത്തെ ക്വാർട്ടർ ബിസിനസ്സിന് വളരെ അനുകൂല സമയമായിരിക്കും. ധനാഗമം കൂടും, ലാഭവർധനം ഉണ്ടാകും, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ്സിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വിജയം ഉണ്ടാകും. പാർട്ട്നേഴ്സ് തമ്മിൽ ഐക്യം ഉണ്ടാകും. അതൊക്കെ തന്നെ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് എന്തായിരിക്കും ഈ തുലാക്കൂറിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയെ നോക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം കുജൻ, 2-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ ഉച്ചരാശിയിൽ വരുന്നു. വിദ്യാകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ സുഖസ്ഥാനത്ത് വരുന്നു. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രനും സുഖസ്ഥാനത്താണ്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത്. അപ്പോൾ പൊതുവെ പഠിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വർഷാരംഭം കാണുന്നത്. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെയൊക്കെ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ 6-ലൊക്കെ ശനിയുണ്ട്. ആ ശനിയാണെങ്കിൽ 4ഉം 5ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ് ശനി. ആ ശനി 6 നിൽക്കുന്നത് കോമ്പറ്റിറ്റീവ് തലത്തിൽ
ഹാർഡ് വർക്കിനും അതുവഴി ഉയർന്ന വിജയത്തിനുമൊക്കെ ആ ശനി ആറ് നിൽക്കുന്നത് ഈ തുലാക്കൂറുകാർക്ക് പ്രത്യേകിച്ച് പഠിതാക്കൾക്ക് ഗുണം ചെയ്യും എന്ന് പറയാം. 5 രാഹുവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും പഠന സംബന്ധമായിട്ട് ഒരു കൺഫ്യൂഷനൊക്കെ 5 രാഹു സ്ഥിതി ഉള്ളപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി പോകണം. ഇപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ മെയ് വരെ 5 ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലും അത് ആ കൺഫ്യൂഷനൊക്കെ നിയന്ത്രിക്കുന്നതിന് ഗുരുവിൻ്റെ 5 ദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മാർച്ചിലൊക്കെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 9 ഗുരു ആദ്യത്തെ 2 മാസം വക്രസ്ഥിതിയിലാണെങ്കിലും അതിനുശേഷം ആ 9 നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമായിരിക്കും ഗുരു നേർസഞ്ചാരത്തിൽ വരുമ്പോൾ. അപ്പോൾ അതുപോലെ അത് നമുക്ക് ഈ കടാക്ഷം കൂടുന്നതിനും അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വഴി വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ വഴിതെളിക്കും. അപ്പോൾ അധ്യാപകരുടെ ഉപദേശമൊക്കെ ആ സമയത്ത് സ്വീകരിക്കുന്നത് വളരെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. മെയ് ജൂൺ മാസങ്ങളിൽ ബുധൻ്റെയൊക്കെ സ്ഥിതി 7, 8, 9 രാശികളിൽ ആയതുകൊണ്ട് പഠിതാക്കൾക്ക് പഠനത്തിലും ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ ആ പഠന മികവ് അതുപോലെ ഗവേഷണത്തിലൊക്കെ പ്രത്യേകിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കുമെന്ന് പറയാം. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ ജൂൺ മാസം ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ജൂലൈ മുതൽ ഒക്ടോബർ വരെയൊക്കെ ആണെങ്കിൽ ഗുരു ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ബുധൻ ഇഷ്ടസ്ഥാനത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അവർക്കൊക്കെ അവരാഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ അത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ 6 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ വർക്കിലൊക്കെ ആക്റ്റീവ് ആകും. അപ്പോൾ അതുപോലെ വർഷ അവസാനം ഗുരു 11 വരുന്നു. അതുപോലെ ആ ഗുരു പ്രത്യേകിച്ച് 5 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. 5ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 5 രാഹു ഉണ്ട്, അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്, പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ ശനിയുടെ വക്രസ്ഥിതിയൊക്കെ ക്രമേണ മാറുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശുക്രൻ വക്രത്തിൽ വരുന്ന സമയമായതുകൊണ്ട് പഠനത്തിൽ ചിലപ്പോൾ അല്പം ആലസ്യമൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. ഇപ്പോൾ 5 ഗുരുദൃഷ്ടി എന്ന് പറയുന്നത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും. അവർക്ക് പഠന സംബന്ധമായിട്ട് കൂടുതൽ അറിവ് നേടുന്നതിനും അതുപോലെ തന്നെ അവരുടെ കൺഫ്യൂഷനൊക്കെ മാറുന്നതിനും ഡിവൈൻ നോളജ് കൂടുന്നതിനും ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്നതിനും 5 ഗുരുവിൻ്റെ ദൃഷ്ടി സഹായമാകും. അപ്പോൾ ഈശ്വര ചിന്ത കൂട്ടുന്നത് വളരെ നല്ലതാണ്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2026 ധനപരമായിട്ട് നേട്ടങ്ങളുടെ വർഷം എന്ന് തന്നെ പറയാം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും. കാരണം ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് വർഷാരംഭത്തിൽ. ക്രമേണ കർമ്മസ്ഥാനത്ത് വരുന്നു, പിന്നെ നേട്ടങ്ങളുടെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ 9, 10, 11 രാശികളിലാണ് ഗുരു സഞ്ചരിക്കുന്നത്. അത് ധനാഗമം കൂട്ടും. അപ്പോൾ ധനസ്ഥിതി മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ആദ്യത്തെ 2 മാസം ഏകദേശം ജനുവരി ഫെബ്രുവരി മാസമൊക്കെ മാർച്ച് 10 വരെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു വക്രത്തിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധനഭാവാധിപനായി വക്രത്തിലാണ് എങ്കിലും ധനഭാവാധിപനായിട്ടുള്ള കുജൻ വർഷാരംഭം പ്രത്യേകിച്ച് ജനുവരി പകുതി മുതൽ അത് സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഗുരു വക്രത്തിൽ വരുന്നതിന് കോമ്പൻസേഷനായിട്ട് ആ കുജൻ 4 സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു ധനഭാവാധിപൻ. അതൊക്കെ വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ വീട് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ പ്രോപ്പർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. അത് വാങ്ങുന്നതിനും അതിന് പണം മുടക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ആ 4 ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ചൊവ്വ തരുന്നത്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ 5 വരുന്നുണ്ട്. അത് 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സർക്കാരിൽ നിന്നൊക്കെ
എന്തെങ്കിലും ആനുകൂല്യമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. മാർച്ചിലൊക്കെ ശുക്രൻ 6 ഉച്ചസ്ഥിതനാകുന്നു. അത് ജന്മരാശ്യാധിപനാണ് ശുക്രൻ, ഉച്ചസ്ഥിതിയിൽ വരുന്നു. ഇപ്പോൾ അത് വ്യവഹാരങ്ങൾ വഴി, ഇപ്പോൾ എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂല സ്ഥിതിയിൽ വരികയും അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണിക്കുന്നു. ശുക്രൻ 8ാം ഭാവാധിപനും കൂടെയാണ്. ആ 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 6 ഉച്ചസ്ഥിതനാകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ചില പോസിറ്റീവ് ഇവൻറ്റ്സ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാക്കും. പ്രത്യേകിച്ച് നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് ആ മേഖലയിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മൾ എടുക്കുമ്പോൾ ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി ഭാഗ്യസ്ഥാനത്ത് നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ഗുരുവിൻ്റെ നേർസഞ്ചാരവും ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയും. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ 7ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാകുന്നു. അതായത് ഈ 11ാം ഭാവാധിപൻ അതിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. സൂര്യൻ ആ 11ാം ഭാവാധിപനാണ്. ആ 11ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തുകൂടെ സഞ്ചരിക്കുകയാണ്. അത് ബിസിനസ് വഴിയായാലും വിവാഹബന്ധം വഴിയായാലും അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം വഴിയായാലും എന്തെങ്കിലും അംഗീകാരങ്ങൾ, അതുപോലെ വിദേശ ബന്ധം വഴി ഒക്കെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ട് ആ ഗുരുവിൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് നമുക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. മെയ് ജൂൺ മാസങ്ങളിൽ രവി, അതുപോലെ കുജൻ, അതുപോലെ ശുക്രൻ ഒക്കെ അഷ്ടമത്തിലും 9ലും ഒക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പൊതുവെ 2ലൊക്കെ ആ ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സോഴ്സിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ അത് വഴിതെളിക്കും. അതുപോലെ തന്നെ ജൂൺ ഒക്ടോബർ മാസം വരെ ഗുരു 10ൽ നിൽക്കുന്ന സമയമാണ്, ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ അവിടെ ഗുരു ശുക്രനുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അതും ഒരു കുബേര യോഗമാണ്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടം അത് അവരുടെ വർക്ക് വഴി തന്നെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. വർഷാവസാനമൊക്കെ ഗുരു 11ലേക്ക് വരികയാണ്, 11ാം വേഴം. അപ്പോൾ അത് വ്യവഹാരങ്ങൾ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകും, തൊഴിൽ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകും, മറ്റ് അംഗീകാരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കുജനും 11ൽ വരുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് വഴിയോ ജീവിത പങ്കാളി വഴിയോ ഒക്കെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് വർഷത്തിൻ്റെ അവസാനം. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് അത് ധനച്ചെലവ് കൂടുന്നതിന് അവസാനത്തെ 2 മാസം ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 2026 എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ 2026 ആദ്യ പകുതിയൊക്കെ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 7ാം ഭാവാധിപനുള്ള ചൊവ്വ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 4ൽ ഉച്ചരാശിയിൽ വരുന്നുണ്ട്. 7ൽ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഇപ്പോൾ വിവാഹാലോചനകൾക്കും എൻഗേജ്മെൻറ്റിനും വിവാഹത്തിനും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ മാർച്ച് അവസാനം ഏപ്രിൽ മാസങ്ങളിൽ ശുക്രൻ 7ലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അതും വിവാഹാലോചനകൾക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. മെയ് പകുതി മുതൽ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ തന്നെ ബലവാനാകുന്നു. ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. പ്രത്യേകിച്ച് ജൂൺ 20 വരെയൊക്കെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം, അനുകൂല അന്തരീക്ഷമാണ്. ആഗസ്റ്റ് മാസത്തിൽ ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നവംബർ ഡിസംബർ മാസത്തിൽ ഗുരു 11ൽ വരികയും 7ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. ശുക്രൻ ജന്മരാശിയിൽ ബലവാനാകുന്നു. അതും നമുക്ക് ദാമ്പത്യ ബന്ധം, വിവാഹം, ദാമ്പത്യ ബന്ധം ഇവയിലൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ 5ലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം, കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ സമുദായത്തിൽ പെടാത്ത വ്യക്തിയുമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് 5ലെ രാഹു.
അപ്പോൾ അതിൽ അവരുടെ അതിനൊക്കെ അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം കമിതാക്കൾക്ക് ചില സംശയങ്ങളും പ്രണയബന്ധത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അതായത് ചിലപ്പോൾ കമിതാക്കളുമായിട്ടൊക്കെ ചെറിയ തർക്കങ്ങൾ 5-ലെ രാഹു സൃഷ്ടിച്ചു എന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് പോവുക. ദാമ്പത്യബന്ധം പൊതുവെ പോസിറ്റീവ് ആകുന്ന വർഷമാണ്. റിലേഷൻഷിപ്പൊക്കെ വളരെ സുഖകരമാകും. ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സൂര്യനൊക്കെ 7-ൽ വരുന്നുണ്ട്, ഉച്ചസ്ഥിതിയിലാണ്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലൊക്കെ വരുന്നുണ്ട്. ആ സമയമൊക്കെ നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ അല്പം എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, ഈഗോ പ്രശ്നങ്ങൾ വരാം, തർക്കങ്ങൾ വരാം. അതിനൊക്കെ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ അതേസമയം ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് അത് ഗുണകരമാണ്. നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഗുരു 11 വരുന്നതും 7-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും ഒക്കെ തന്നെ കുജനും 11-ലൊക്കെ വരുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് ഈ പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് പാർട്ടികളിലും അതുപോലെ മറ്റ് ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനും ഒക്കെ ഗുണകരമാകും. അതുപോലെ കുടുംബജീവിതമൊക്കെ വർഷാരംഭം കുജനൊക്കെ ഉച്ചസ്ഥിതിയിൽ വരുന്നതായതുകൊണ്ട് കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനോ വീടോ വാഹനമോ ഇവയൊക്കെ വാങ്ങുന്നതിനോ അത്തരത്തിലുള്ള ഒരു കുടുംബ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ വർഷാരംഭത്തിലൊക്കെ ഉണ്ടാകും. സൂര്യനും കുജനും ഒക്കെ 4 വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ വർഷാരംഭത്തിൽ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ ചില ഈഗോ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട്. അവയിലും ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസത്തിലും കുടുംബകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ലൊക്കെ വരികയാണ്. അതുപോലെ തന്നെ കുടുംബ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അല്ലെങ്കിൽ അതുമായി കുടുംബ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജൂൺ മുതൽ ഗുരു ഒക്ടോബർ എൻഡ് വരെ ഉച്ചരാശിയിൽ വരുന്നത് 2-4 രാശികളിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും കുടുംബത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ആ സമയത്ത് വളരെ ആ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് പരിഹരിച്ച് അതിൽ ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ 2-ലെ 4-ലേക്ക് ദൃഷ്ടിക്ക് വഴിതെളിക്കും. കുടുംബ പ്രശ്നങ്ങളൊക്കെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആസ്തികളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും വസ്തുക്കളോ അല്ലെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നതിനോ ഒക്കെ ഉള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകും. ഇപ്പം പൊതുവെ കുജനൊക്കെ ബന്ധം പ്രത്യേകിച്ച് 2-ഉം 11-ഉം ഭാവാധിപന്മാരായിട്ടുള്ള ചൊവ്വ അതുപോലെ സൂര്യൻ ഇവയൊക്കെ പരിവർത്തന യോഗത്തിൽ വരുന്ന സമയമൊക്കെയാണ്. അതൊക്കെ കുടുംബത്തിൽ ഗുണാനുഭവമൊക്കെ വർഷാവസാനമൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. എങ്കിലും വർഷാവസാനമൊക്കെ 5 നിൽക്കുന്ന രാഹു 4-ലേക്കൊക്കെ വരുമ്പോൾ കുടുംബത്തിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ വർഷാവസാനം പ്രത്യേകിച്ച് ഡിസംബറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.